കോന്നി സുരേന്ദ്രൻ കുങ്കിയാനകളിലെ താരമാണ്. 1 വയസ്സുള്ളപ്പോഴാണ് വനംവകുപ്പിന് ഈ ആനയെ കിട്ടുന്നത്. 2018 കുങ്കിയാനയാക്കി പരിശീലിപ്പിച്ചു. നമ്മളോടൊപ്പം കഴിഞ്ഞ 5 വർഷമായി ഈ ആനയ്ക്കൊപ്പമുള്ള പാപ്പാൻ വൈശാഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വൈശാഖ്, നമസ്കാരം. വൈശാഖിന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ വൈശാഖിന്റെ കുറെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ കോന്നി സുരേന്ദ്രന്റെ പാപ്പാനാകുക എന്നുള്ളത്. എന്തായിരുന്നു അതിന്റെ അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? എനിക്കങ്ങനെ ഈ ആന എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം അങ്ങനില്ല. കാരണം കിട്ടില്ല എന്നുള്ളത് കാരണം ഗവൺമെന്റിന്റെ കയ്യിലുള്ള ആനയാണ്. അത് പിന്നെ പൂരത്തിനൊന്നും കിട്ടണാനല്ല. നമ്മളന്നൊക്കെ പൂരങ്ങൾക്കുള്ള ആനകളാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ അതൊരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വഴിയൊരുക്കി തന്ന് നമ്മുടെ ഒറ്റ 2 സുഹൃത്തും പിന്നെ ഇപ്പോൾ സാറുമായിട്ടുള്ള ശ്രീധർ സാറും ശിവശങ്കര സാറും കൂടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ആനയ്ക്ക് എന്നല്ല ക്യാമ്പിലേക്ക് ആയിട്ട് തന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ അരുൺ സക്രി സാർ നേരത്തെ വെച്ചാൽ ഇൻ്റർവ്യൂവിൽ കോടനാട് പങ്കെടുക്കുകയും എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോഴും ഈ ആനയ്ക്ക് എന്നുള്ളത് ആയിട്ടില്ല. ക്യാമ്പിൽ ഏതെങ്കിലും ഒരു ആനയ്ക്ക് കാരണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുഞ്ചു എന്ന് പറഞ്ഞ ആനയ്ക്കായിരുന്നു എന്നെ ആദ്യം കണ്ടെത്തിയത്. ഈ പണിയോടായിരുന്നു എനിക്ക് താല്പര്യം. ഈ ആന നമ്മൾ പിടിക്കുക, അതുമാതിരി ചാർജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവരോട് പറഞ്ഞ കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഞാൻ മച്ചാട് കർണാനയ്ക്ക് എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് സുരേന്ദ്രനെയാണ് അടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരെയും കൂട്ടത്തിൽ, മറ്റുള്ള ആനക്കാരുടെ കൂട്ടത്തിൽ നമ്മളിരുന്ന് ഫോട്ടോയിൽ കണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹമായിരുന്നു അന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്തോ ദൈവത്തിൻ്റെ നിയോഗമാതിരി നമ്മുടെ കയ്യിൽ വന്ന് ചേർന്നു. പിന്നെ അതിനെ 5 വർഷത്തോളമായി നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നു. കാര്യമായിട്ടുള്ള ഞാനിവിടെയും 2 വർഷം ഞാനും കൊണ്ട് സേവനം അനുഷ്ഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് വയനാട്ടിലേക്ക് പോയി തിരിച്ച് പിന്നെ അവിടെയായിരുന്നു ഡ്യൂട്ടി. ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 2 ഓപ്പറേഷനിലാണ് നമ്മുടെ ആന. ഒന്ന് PM2 പിന്നെ PT7 അല്ലേ? ഒന്ന് PM2 ഒന്ന് PT7. ഈ PT7 ഞങ്ങൾ മുന്നേ ഓടിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ ആന ഇവിടെ ഡ്യൂട്ടിക്കുള്ള സമയത്തൊക്കെ ഈ ആന വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഈ ആന, നീലാണ്ടറാന, പിന്നെ അഗസ്ത്യൻ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അഗസ്ത്യൻ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ചാർജ് ചെയ്തിരുന്ന ആനയാണ്. ഇതും ഇതിനോട് കൂടെ 3 4 ആനകളുണ്ടായിരുന്നു. ഇതിനൊക്കെ കൊട്ടേക്കാടും പരിസരത്തും വേനോലിക്കാട് പിന്നെ ഇവിടെ ധോണി ഞങ്ങളെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ ആന ഞങ്ങൾ ആനകളെ വെച്ചിട്ട് ഓടിച്ചിട്ടുള്ളതാണ്. പിടിക്കുക എന്നുള്ളത് ഈ ആന വെച്ചിട്ടുള്ളത് നമുക്കൊരു അനുഭവമായി മാത്രം. ഈ കോന്നി സുരേന്ദ്രന്റെ ഒരു പ്രത്യേകത എന്താ? ഈ 5 വർഷമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല വൈശാഖ് മുമ്പ് മറ്റു നാട്ടാനകൾക്കൊപ്പം നിന്നൊരു നാൾ കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി കൊണ്ട് ഭയങ്കര ആരും നോക്കി പോകും ഭംഗി. പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള സ്വല്പം കുറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് അത് പിന്നെ ഏതാനിക്കും ഉണ്ടാവുമല്ലോ. അപ്പം അതിനെക്കാട്ടും ലേശം കൂടുതലെന്ന് തന്നെ വിചാരിച്ചോളൂ. ഇതിന് മുമ്പിൽ അങ്ങനെ പോയി നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളാണ് പിന്നീട് മുമ്പിൽ വന്ന് നിന്നൊരു ആളെന്ന് പറയുന്നുണ്ട്. അതല്ല, അത് നിന്നിട്ടുള്ള ആനക്കാർ ഒന്നാമത് ലേശം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അവർക്ക് നല്ല ആനക്കാരുമാണ് ഇതിനെ കൊണ്ടുവരുന്ന മുതുമലയിലേക്ക് ഈ ആനയും കൊണ്ട് പരിശീലനത്തിന് പോയിട്ടുള്ള പ്രകാശേട്ടൻ, പിന്നെ അനീഫിക്ക, ഷംസുദ്ദീൻ, പിന്നെ കണ്ണേട്ടൻ എന്നുള്ള 3 പേര്. ഇതിൽ കണ്ണേട്ടനെ മാത്രം ഞാൻ അത്ര ശരിക്കും അടുത്ത് പരിചയപ്പെട്ടുള്ളൂ. കാരണം ഈ ആൻ്റെ ഒപ്പം ഞാൻ ഈ ആനയ്ക്ക് വന്നു നിന്നപ്പോൾ ആളായിട്ട് 1 മാസത്തോളം ഞങ്ങൾ അടുത്ത ബന്ധമായിരുന്നു. ഞങ്ങൾ 2 പേരായിരുന്നു. പിന്നെ ആൾ പിന്നെ എന്നെ ഏൽപ്പിച്ച് ഇവിടുന്ന് ആളുടെ സ്വദേശമായുള്ള കോന്നിയിലേക്ക് ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ കൊണ്ട് നടക്കൽ തുടങ്ങി. 2 ഓപ്പറേഷനല്ലേ ഇത് കഴിഞ്ഞിട്ടുള്ളൂ? ഒന്ന് PM2 ഒന്ന് PT7. ഈ ശരിക്കും ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇതൊരു വലിയ റിസ്ക് അല്ലേ? അതായത് ഇതിൽ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആനയെ അങ്ങോട്ട് കയറ്റി ഞങ്ങൾ കണ്ടിരുന്നു അവിടുന്ന്. അത് നമ്മളുടെ ആന വെച്ചുള്ള ചെയ്യുന്ന റിസ്ക് അത് കൂടാണ്ട് ഇതിൽ പല റിസ്കുകളുണ്ട്. നമ്മളിതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യണു എന്നല്ലാണ്ട് അതിൽ പരമായിട്ടുള്ള നമ്മളിതൊന്നും കാണുന്നില്ല. ഇതിന്
ശരിക്കും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആൾക്കാരടക്കം ഇതിൽ ശരിക്കും പങ്കാളികളാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമയത്തിന് കാട്ടിലേക്ക് എല്ലാം എത്തിക്കുന്നത്, അതിന് വേണ്ടിയിട്ടെല്ലാ സാറുമാരുടെ സഹകരണവും. ഇതൊരു ടീം വർക്കാണ്, ഒരാളുടെ മാത്രമായിട്ടുള്ളൊരു വിജയമല്ല ഇത്. പല ആൾക്കാർ മുതൽ ഈ ആന രാത്രി കാലങ്ങളിൽ ട്രാക്ക് ചെയ്ത് തരുന്ന RRT ടീമുകളടക്കം നമുക്കൊക്കെ പരിചയമുള്ള പിള്ളേരെല്ലാവരും ഇവിടെയുള്ളവരൊക്കെ അവർ രാപ്പകലില്ലാണ്ട് ഈ ആനയുടെ പിന്നാലെ. ഇതല്ല, ഇതിന് മുൻപും കുറേ ഓടിയുണ്ട്. അപ്പോൾ നമ്മളൊരു ടീം വർക്കാണ് ഇത്. അതിൽ നമ്മളൊരു ഭാഗം മാത്രം നമ്മൾ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നതും അതിനൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ നാട്ടാനെ കൊണ്ടുപോകുന്നതല്ലല്ലോ. കാട്ടാനെന്ന് പറഞ്ഞ പകുതി കുങ്കിയാനയുടെ പകുതി കാട്ടാനയാണ്. ഇതെന്ന് പറഞ്ഞ് നമ്മളൊരു സെമി വൈൽഡ് കണ്ടീഷനിലാണ് ഈ ആനകളെ നമ്മൾ വളർത്തണം. കാര്യങ്ങളൊക്കെ കാടുമായിട്ട് ഇണങ്ങി ചേർന്ന് നമ്മൾ പഴക്കിയെടുക്കുക ചെയ്യുക. അപ്പോൾ ഒരാനയുടെ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നമ്മളൊരാന ഇടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാന്തനാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മളിത് ഈ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻ്റെ മനസ്സിലുള്ള ക്രോധം കംപ്ലീറ്റ് നമ്മൾ പുറത്തെടുത്തിട്ടുള്ള ഒരു പണിയാണ്. അതെങ്ങനെ ഇരിക്കും നമ്മൾ പെർഫെക്റ്റായി ചെയ്യണം. പിന്നെ അതിൽ നമ്മൾ ആനയുടെ ജീവൻ നോക്കണം, നമ്മുടെ ജീവൻ നോക്കണം, നമ്മുടെ പരിസരത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ ജീവൻ നോക്കണം. എല്ലാം ഉപരി അതാണ് ഇത് നമ്മൾ ആനയെ വെച്ച് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ആന ഡാട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യരായാലും നമുക്ക് പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആനകളുണ്ടെങ്കിൽ ഈ ഒരു മാർഗം വളരെ സുഗമമായി നടക്കും. ഒരു 3-4 ആന ഉണ്ടെങ്കിൽ തിരിച്ച് ചാർജ് ചെയ്യാൻ വരുന്ന ആന ഒന്ന് ഭയക്കും. പിന്നെ അത്യാവശ്യം വേണ്ടി വന്നാൽ മാത്രമേ നമ്മൾ ആന വെച്ച് തിരിച്ച് ഉള്ളത് ചെയ്യുള്ളൂ. പരമാവധി നമ്മൾ അക്രമം ഒഴിവാക്കിക്കൊണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അധികം മുറിപ്പെടാണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ വേണ്ടി വന്നാൽ ചാർജ് ചെയ്യണം. പിന്നെ പറയില്ല, വൈരത്തെ വൈരം കൊണ്ട് ഇറക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആനകളെ വെച്ച് നമ്മളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അതിൽ ഇത് എന്താ പറയുക, നമ്മളതിനെ തിരിച്ച് ഓടിച്ച് നമ്മൾ ആനകളെ വെച്ച് ലോക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു ഇതല്ലേ. നമ്മൾ കൃത്യമായിട്ട് അവർ പറഞ്ഞ സ്ഥലത്ത് വെച്ച് ആനയെ ഡാട്ട് ചെയ്ത് ആനകളെ വെച്ച് സുഗമമായിട്ട് വണ്ടിയിൽ കയറ്റി നമുക്ക് കൊണ്ടുപോയി ക്രാളിൽ അടയ്ക്കാൻ എന്നുള്ളൊരു ദൗത്യം. ഇപ്പൊ നാട്ടാനയ്ക്കുള്ള ചട്ടമല്ലല്ലോ. ഇപ്പൊ ഇത് വ്യത്യാസമുണ്ടോ? എങ്ങനെയാണത്? ഒരു കുങ്കിയാര് നമ്മളൊരു ഹാഫ് വൈൽഡായിട്ട് നിർത്തും കൂടി വേണ്ടേ? നമ്മളുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നെ പണിയിൽ എന്ന് പറഞ്ഞാൽ അല്പം സ്വല്പം വ്യത്യാസമുണ്ട്. അല്പം സ്വല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെടുക്കണ പണിയല്ല നമ്മുടെ കാട്ടില്. അതാ നേരത്തെ വൈശാഖ് പറഞ്ഞത്. അതായത് നാട്ടിൽ നമ്മൾ ശാന്തമാക്കി നിർത്തുക, പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. കുറച്ചൊന്ന് ആളെ ഇതാക്കി. അത് നമ്മുടെ പണികളിൽ മാത്രം കേട്ടോ. അല്ലാത്ത സമയത്തുകളിൽ നമ്മൾ ആനയെ നല്ല വൃത്തിയായി നമ്മളതിനെ നോക്കി കൊണ്ടു നടക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കല്, കൊണ്ടു നടക്കലും നമ്മുടെ ക്യാമ്പിൽ. പിന്നെ എല്ലായിടത്തും ഉണ്ടാവണ മാതിരി ആനകളാണ്, വന്യമൃഗങ്ങളാണ്. അവരെങ്ങനെ ചില സമയത്ത് പ്രതികരിക്കും എന്നുള്ളത് ചില സമയത്തൊന്നും പറയാൻ പറ്റില്ല. ചില ആനകൾ ശാന്തരാകും, ചില ആനകൾ മനുഷ്യരിൽ പല സ്വഭാവമുള്ള ആൾക്കാരെ മാതിരിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അവിടെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഇറക്കി നമ്മൾ അത്രയും റിസ്കോട് കൂടിയിട്ടാണ് നാട്ടിലായാലും ആനക്കാർ ചെയ്യണത്. അതും പണി ഏതായാലും റിസ്ക്കാണ്. അതിപ്പോൾ കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി. അതിപ്പോൾ അനേകം ജനങ്ങളുടെ ജീവൻ ചിലപ്പോൾ ഒരു പാപ്പാൻ്റെ കയ്യിലാവും, ഒരു പൂരപ്പറമ്പിലായാലും. അവനൊന്ന് കണ്ണടച്ചാൽ മതി ചിലപ്പോൾ എന്തും സംഭവിക്കാൻ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഡ്യൂട്ടിയിലും. സൂക്ഷ്മത വേണ്ട ഒരു ജോലിയാണ്. നമ്മളൊരു ഇഞ്ച് ചിലപ്പോൾ പാഴാകാൻ പാടില്ല. അത് ചിലപ്പോൾ നമുക്ക് വലിയൊരു വിനയിലേക്ക് വരും. ഇപ്പോൾ PM2-നെയും PT7-നെയും ഒക്കെ മയക്കൂടി വെച്ച് നിർത്തിയത് ഇങ്ങനെ മയങ്ങി നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ. അതിൻ്റെ ആ സമയത്താണല്ലോ നമ്മൾ മുന്നിൽ പോയി നിൽക്കുന്നത്. ഇനി അത് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു മനോധൈര്യം എന്ന് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്? കാരണം അത് ഇണങ്ങാത്തൊരാനയാണ്. അപ്പോൾ അത് ഉണരില്ല എന്നുള്ളൊരു ധൈര്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഉള്ളിലൊരു പേടി തോന്നാറുണ്ടോ? പേടിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും നമുക്ക് അംഗബലവും നമുക്ക് നമ്മുടെ ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കാട്ടിൽ ഞങ്ങൾ പണിയെടുക്കുമ്പോൾ അതല്ല. എല്ലാവരും അവരവരുടെ ആനകളെയും കൊണ്ട് കാട്ടിലേക്ക് പോവുക ചെയ്യുക. അവിടെ മയക്കാത്ത ആനകളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണത്. മറ്റാനകൾ ഒരു ആനയെ വാങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്കറിയാം, ഇന്നൊരു പോർഷനിൽ ഒരു ആന മാത്രമേ ഉള്ളൂ. നമ്മളതിനെ ഡാട്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം. അവിടെ ഏത് സമയത്ത് എന്ത് ആനന്നല്ല, എന്ത് എപ്പോന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മരക്കൊമ്പിലാവും നമ്മളെ കാര്യം, അതൊടിഞ്ഞ് തലയ്ക്ക് വീണാലും മതി. ഒരിക്കലും ഒരു ആന അവിടെ നമ്മൾ നാട്ടിൽ വളർത്തുന്ന ആനയും കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇത് കാടുമായിട്ടാണെങ്കിൽ ചേർന്ന് നടക്കുന്ന ഒരു ട്രെയിനിങ്ങാണ്. അവിടെ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടും, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ആനകൾ തിരിച്ചെതിർക്കും, മുറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റും. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. കാട്ടിലെങ്ങനെയാണോ ആനകൾ നടക്കുന്നത് അതേപോലെയാണ് നമ്മൾ അനുസരിപ്പിക്കുന്ന ഭാഗം. പ്രയോഗം പറയുന്നത് കാട്ടിലെ പോലീസാണ് കുങ്കിയാന എന്ന് പറയും. അതായത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള അതാണുള്ള പട്രോളിംഗ് എന്ന് പറയുന്നത്. അതെ. എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വിദഗ്ധമായി ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ലൊക്കേറ്റ് സ്റ്റാഫുകൾ പോയിട്ട് ലൊക്കേറ്റ് ചെയ്യും. അവിടേക്ക് നമ്മുടെ ആനകളെ വെച്ച് നമ്മൾ സ്ഥിരം പെട്രോളിംഗ് നടത്തും. അപ്പോൾ മറ്റുള്ള ആനകൾക്ക് ഇതിൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ പരിസര പ്രദേശത്തേക്ക് വരുന്നത് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കും. അത് ഇപ്പോൾ സഞ്ചാരപാത ഒന്ന് മാറ്റി പിടിക്കുമെന്ന് മാത്രം. എന്നാലും ചില ആനകൾ, ഭൂരിഭാഗം ആനകളും ഒഴിഞ്ഞു പോവുക ചെയ്യുക. കാരണം ഇത്രയധികം കൊമ്പനാനകൾ കൂടെ കിടന്ന് നടക്കുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലാവും. വേറെ ആന വരില്ല. വേറെ ആന വരില്ല. പിന്നെ അപൂർവമായിട്ട് ചാർജിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് മതപ്പാടുള്ള ആനകളൊക്കെ കാട്ടിൽ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ച് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒപ്പം എല്ലാത്തിനും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ യഥാസമയം അറിയും. അതുമ്പോൾ മസ്തുള്ള ആനയാണ്. അപ്പം നമ്മളെങ്ങനെയാണ് അത് പോകേണ്ടത്. ഈ PT7 ആണോ PM2 ആണോ കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നിയത്? ഏതാണ് കയറ്റാൻ വേണ്ടിയിട്ട്, കയറ്റാനും ഇറക്കാനും? അത് ഈ ആനേനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്താ വെച്ചാൽ ആന ആരോഗ്യവാനാണ് നല്ല. PT7. പിന്നെ ഈ ഞങ്ങൾക്ക് ആന ഡാട്ട് ചെയ്യാൻ കിട്ടിയ സ്ഥലവും ഒരു കയറ്റത്തിനോട് ചെറിയൊരു ഇതായിരുന്നു. അപ്പോൾ ആന അങ്ങോട്ട് നമ്മൾ തള്ളി എന്തോരം ആന വെച്ച് പ്രഷർ ചെയ്താലും ആന വെറുതെ ജസ്റ്റ് ഒന്ന് പുറയിലേക്ക് പിടിച്ചാൽ ഫുൾ പവർ ആനയ്ക്ക് കിട്ടുകയാണ്. കാരണം ഇറക്കല്ലേ. അപ്പോൾ അതിനെ പ്രഷർ ചെയ്ത് കയറ്റുക എന്നുള്ളത് മാത്രം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. കാരണം നമ്മുടെ ആനയും പഠിച്ചു വരുന്നുള്ളൂ ഇത് ഓരോന്നായിട്ട്. ഇത് രണ്ടാമത്തെ ഓപ്പറേഷനാണ്. ചെറിയ ചെറിയ ഭയങ്ങളും കാര്യങ്ങളൊക്കെ ആനയ്ക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സുമാരി ഇരിക്കും. നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുമാതിരി ഇരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ. എന്നിരുന്നാലും ആനകൾക്ക് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ മാതിരി അവൻ്റെ ആനക്കാരൻ്റെ കയ്യിലിരിക്കും ധൈര്യം ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഏതെല്ലാം ആനകൾക്ക് വേണ്ടിയിട്ടായിരുന്നു പാപ്പാനായിരുന്നത്? ഞാൻ ചോദിച്ച ഒറ്റടിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ചേ ഉള്ളൂ. ഞാൻ അധികമൊന്നും തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഉണ്ടായിരുന്നു. മറക്കാൻ പറ്റില്ല. അതെല്ലാവരും പറയുന്നുണ്ട്. നിങ്ങളെ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് ദേവിദാസന് ആരും ഇല്ലാത്ത സമയത്ത് പിന്നീട് ധൈര്യത്തോടു കൂടി വന്ന ആള് വൈശാഖ. ആരും ഇല്ലാത്ത സമയത്തൊന്നല്ല, അന്ന് അങ്ങനെയാണ് ആന. അതിന്റെ കുറെ ആക്രമണങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ. ഇല്ല, അത് ഞാനായിട്ട് അതിൻ്റെ മുകളിലൊന്നും ഞാൻ പുതുതായിട്ടൊന്നും ഞാൻ ചെയ്തു തീർത്തിട്ടില്ല. അതിന് നിന്നിട്ടുള്ള ആനക്കാരാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഹീറോസ്. അവരായിരുന്നു പഴയ കാലത്ത് അതിന് അനുഭവിച്ച ആനക്കാർ. പാറശ്ശേരി കുമാരാട്ടം മുതൽ കുറേ പേര് അതിന് അധ്വാനിച്ചിട്ടുണ്ട്. കൊല്ലംകോട് കുഞ്ചുവേട്ടൻ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആനക്കാർ അതിന് കുറേ നിന്നുണ്ട്. അവരൊക്കെയാണ് അതിൻ്റെ ചെറുപ്പകാലത്ത് അത്രയും കുറുമ്പുകൾ സഹിച്ചിട്ടുള്ളത്. ഞാനത് അവർ പഠിപ്പിച്ചത് നമ്മൾ പൊടി തട്ടിയെടുത്തു മാത്രം. മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചൊന്ന് കൊടുന്നു എന്ന് മാത്രമല്ലാണ്ട് ഞാൻ അതിൻ്റെ മുകളിലൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പ്രത്യേകൊരു എനിക്കിഷ്ടമായിരുന്നു ആനനെ. ദേവിദാസൻ്റെ ഒപ്പം എത്ര കാലം ഉണ്ടായിരുന്നു? ഞാനതിന് 5 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് ഇങ്ങോട്ട് മാറുന്നത്? അല്ല, പിന്നീട് ഞാൻ പിന്നെ 1 വർഷത്തോളം ഞാൻ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ കൂട്ടുകാരെ സഹായിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന്. പിന്നെ ഒരു ആന മച്ചാട് കറങ്ങാൻ അയച്ചു. അത് 1 വർഷം അത് നിൽക്കുമ്പോഴാണ് വിളിക്കണത്. വൈശാഖിൻ്റെ എങ്ങനെയാണ് എനിക്കൊരു പാപ്പാനാകണം? ഇപ്പം നമുക്കൊരു ആനയെ കാണുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് ഈ ആനയെ നോക്കുന്ന ആൾ, ഇത്രയും വലിയൊരു ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ, ഒരു തോട്ടിയും പിടിച്ച് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരാളുടെ ഒരു പവർ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും. നമ്മളെപ്പോലെയുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു? എങ്ങനെയാണ് ഒരു പാപ്പാനാകണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ നാട് തൃശ്ശൂരാണ്. ആനകളെ അത്ര ഇഷ്ടപ്പെടുന്നൊരു നാടാണല്ലേ? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ തൃശ്ശൂരാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ആനകൾ ഇതിനൊക്കെ എപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ല പോണത് കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആനനെ. പിന്നെ എന്താ പറയുക, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒഴിഞ്ഞ പ്രദേശത്തുണ്ട്. അവിടെ ഒരു ആനനെ കൊണ്ടുവന്ന് നിർത്തി. ആനയുടെ പേര് ഞാൻ പറയില്ല. ആ ആനക്കാരനെ അപ്പം സ്പോട്ടിൽ അടിച്ചിട്ട് കുത്തുകയാണ് ആന. ഞാൻ മതിലിൻ്റെ മുകളിലിരുന്ന് എത്ര പ്രായത്തിലപ്പോൾ? ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെയാണ് ഞാൻ. അപ്പോൾ ആളാ സ്പോട്ടിൽ തന്നെ എനിക്ക് പെട്ടെന്ന് പേടിച്ചിട്ട് ഒച്ചടാനും കൂടി എനിക്ക് പറ്റിയില്ല. ആകെ സ്തംഭിച്ചു പോയി ഞാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അത്ര ലൈവായിട്ട്. കുത്തി ആള് സ്പോട്ടിൽ. ആള് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ആനയും ജീവിച്ചിരിക്കുന്നുണ്ട്.
നാളെ അപ്പനെ ചാടി കയറി എണീറ്റ് ആ കുത്തണ ആനനെ ആൾ കൊമ്പ് പിടിച്ച് നിർത്തിയ ആനനെ. അപ്പോൾ നമുക്ക് ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് പതിഞ്ഞു. അത് ആന പിന്നെ പൂക്കൊല പറയണ മാതിരി പറയ്ക്കാൻ നിന്നിട്ട് ഈ പാപ്പാന്റെ മുമ്പിലിരുന്ന് അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇതുവരെ എത്തിച്ചത് നമ്മളെ. ഞങ്ങൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് നേരെ ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയനും കൂടി ഞങ്ങൾ അച്ഛൻ്റെ നാടായ പട്ടാമ്പിയിലേക്ക് താമസം, പട്ടാമ്പിയിലെ ഞാങ്ങാട്ടിരി, അവിടേക്ക് താമസം മാറി. അങ്ങനെ താമസം മാറിയോട് കൂടിയിട്ട് നമ്മൾ ആനക്കമ്പോ അതോടുകൂടി വിട്ടു എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നിന്നിരുന്ന സമയമാണ്. നോക്കുമ്പോൾ തൃശ്ശൂർ നാട്ടിനെക്കാട്ടും കൂടുതൽ ആനകൾ നമ്മുടെ നാട്ടുകൂടെ ഇവിടെ കൂടി നടക്കണത്. വിലങ്ങുന്ന പോകാനോള് അവിടെ പൂരെടുക്കണ ആനകളാണ്, ഇവിടെ മരം പിടിക്കുന്ന ആനകളൊക്കെ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരെ വ്യത്യസ്ത കാഴ്ചകളാണ്. അപ്പോൾ അതിലും നമുക്ക് ക്രൈസ് കൂടുക എന്നല്ലാണ്ട് കുറയണില്ല. ആഗ്രഹം അടക്കാൻ വലിയ മരങ്ങളൊക്കെ പിടിക്കുന്ന ആനകളെ പിന്നെ ഈ ആനയെ കണ്ട് നമുക്ക് വീണ്ടും ആനക്കമ്പം മനസ്സിലേക്ക് കയറുന്നു. പിന്നീട് ആരെയാണ് സമീപിക്കുന്നത്? നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഈ ആനയെ കണ്ടിട്ട് പെട്ടെന്ന് പാപ്പാനാകാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ കുട്ടിക്കാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിത് എത്തിപ്പെടുന്ന ആ വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിന്നീട് അതാ ഞാൻ ആരെടുത്താ പോയത് എനിക്ക് പാപ്പാനാണ് അല്ലെങ്കിൽ ശിഷ്യപ്പെടണം എന്ന് പറയുന്നത് ആരെടുത്താ? അതാ പറഞ്ഞത്, ഞാൻ ഈ പട്ടാമ്പി മണികണ്ഠൻ എന്ന് പറഞ്ഞ ആനയ്ക്കാണ് ഞാൻ ആനപ്പണിക്ക് പോണത്. അതിന്റെ പാപ്പാനെ പോയി കാണുന്നു. പക്ഷെ ഒരു പാപ്പാൻ ആദ്യമായിട്ട് പരിചയപ്പെടണമെങ്കിൽ ഗുരുവായൂർ നന്ദനാൻ്റെ ഒന്നാം പാപ്പാനെയാണ്. ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിളിക്കുക. അപ്പോൾ ആളാണ് എനിക്കൊരു ആദ്യമായിട്ട് ചകിരി എടുത്ത് തരുന്നത്, കിഴിക്കോടാന്ന് പറഞ്ഞിട്ട്. ആളാണ് എന്നെ ചകിരി കയ്യിൽ ആദ്യം നിന്നുള്ള ഒരാൾ. എത്ര പ്രാവശ്യം നടന്നു അതിന് വേണ്ടിയിട്ട്? നടത്താം, ഒരുപാട് അത്ര നടന്നുണ്ട്. അത് എങ്ങനെയത് പറയാൻ പറ്റില്ല. അത് അതേമാതിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കൊക്കെ കേട്ടു. ഇതൊന്നും അത്ര വലിയൊരു സാഹസികമായിട്ടുള്ള നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം അത്രമാത്രം ഡോക്ടർ ആവണമെന്നുള്ളവരുണ്ട്, എൻജിനീയർ ആവണമെന്നുള്ളവരുണ്ട്. പലർക്കും പല ക്രൈസാണല്ലോ. എനിക്കിതാണ് പാഷൻ. എത്ര വർഷമായിട്ട് ഇപ്പോൾ മൊത്തം, അതായത് 5 വർഷം ഇവരോടൊപ്പം സുരേന്ദ്രനോടൊപ്പം ഉണ്ട്. മൊത്തം എത്ര വർഷമായിട്ട് ഇപ്പോൾ വൈശാഖ് ആനയുമായി ഒരുമിച്ച്? ഞാനിപ്പോൾ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊല്ലക്കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ ഏകദേശം +2 കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ നമ്മളെ ആശാനെ സമീപിച്ചു. ആളെന്നെ 10 ദിവസത്തേക്ക് വേണ്ടി നിർത്തിയതാണ്. ആന മതപ്പാടുന്ന് കഴിച്ചപ്പോൾ ആളില്ല. എന്നോട് പറഞ്ഞു ഞാനന്ന് അത്യാവശ്യം +2 കഴിഞ്ഞ് നാട്ടിലിങ്ങനെ അത്യാവശ്യം ചെറുകിട പണിക്കൊക്കെ പോവും, ഇടയ്ക്ക് ആളെ കാണാനൊക്കെ പോവും, സഹായിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യം, ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയായിട്ട് ആൾ പറഞ്ഞു, എന്നാൽ ഒരു 10 ദിവസം ഉത്സവം കഴിയണമായിരിക്കും, നീ നിൽക്കൂ എൻ്റെ കൂടെ ചോദിച്ചു. വീട്ടിൽ പറയാൻ പറ്റില്ല, അടി കിട്ടും. പിന്നെ ഏത് അച്ഛനമ്മമാർക്കുണ്ടാവുക മക്കളെ ആനപ്പാപ്പാനാക്കണം ഏതെങ്കിലും അച്ഛനമ്മ ആഗ്രഹിക്കുമോ? ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മുടെ ഒരു വാശിപ്പുറത്ത് വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അല്ല, ഇപ്പോൾ ഒരുവിധം പരിചയമായി കഴിഞ്ഞു. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ലെവലെത്തി കഴിഞ്ഞു. നമ്മളിത്ര വർഷമായില്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളൊന്നും പറയലില്ല. ശരിക്കും എത്ര കാലം വേണം? ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ആനയെ മെരുക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ PT7 ശരിക്കും ഒരു പാപ്പാനും ആനയും തമ്മിലുള്ളൊരു ആ ഒരു മെരുങ്ങി വരാനുള്ളൊരു സമയം എന്ന് പറയുന്നത് ശരിക്കും എത്ര കാലമാണ്? എനിക്കങ്ങനെ ആധികാരികമായിട്ടൊന്നും അല്ല, എന്നാലും നമ്മളുടെ, ഞാൻ ശാസ്ത്രീയമല്ല പറയാം, നിങ്ങളുടെ അനുഭവമാണല്ലോ. കാരണം എങ്കിലും ഇത്ര സമയമെങ്കിലും വേണ്ടി വരും എന്നുള്ളത്. ഞാൻ എൻ്റെ ആശാൻ്റെ കൂടെ 2 വർഷത്തോളം നിന്നു. അപ്പോൾ എനിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ അത് എനിക്ക് പല ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഓരോരുത്തർ പണി ഓരോ വ്യത്യാസങ്ങളാണ്. ചില ആൾക്കാർ സൂത്രശാലികളാവാം, ചില ആൾക്കാർ ബലത്തെ കൊണ്ട് നടന്നവരുണ്ട്, കീഴ്പ്പെടുത്തുന്നവരുണ്ട്, അല്ലാത്തവർ നയത്തിൽ കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരുത്തർ ചില അതായത് ആനയ്ക്ക് എങ്ങനെ അവർ പെരുമാറണോ അത് അതിന് നമുക്കെന്താ പറയുക, ഒത്തുപോകാന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു എന്താ പറയുക, നമുക്കൊരു പരസ്പര വിശ്വാസം നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആനകളെ നമ്മൾ അതാണ് ഒരാനക്കാർ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആന കെട്ടി വെച്ചു, 2 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്കും പൂരപ്പറമ്പ് ഇറക്കാനാണ്. ആ ആനയ്ക്ക് പിന്നെ ഒന്നും അത് ശീലവും. ചിലപ്പോൾ പൂരം എടുക്കണ ആനയുണ്ട്, വേറൊരുത്തെങ്ങ് വന്ന് കെട്ടി അഴിച്ച് കൊണ്ടുപോയാലും അതൊന്നും ചിലപ്പോൾ പ്രതികരിക്കില്ല. പക്ഷെ അതുപോലെയല്ലോ ചില ആനകൾ അതേമാതിരി അല്ല. കുങ്കിയാന പ്രത്യേകിച്ചു അല്ലേ? കുങ്കിയാന എന്നല്ല,
ആനകൾ കുങ്കിയാനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളവിടെ നാട്ടിലെ ആനക്കാരെ മാറ്റുന്ന മാതിരിയൊന്നും അത് മാറ്റില്ല. അത് എന്താ വെച്ചാൽ അവരെ കൊണ്ട് പരമാവധി ആന കൊണ്ട് ഒത്തു പോകണവരാണ് വെച്ചാൽ അവരെ വെച്ചിട്ട് തന്നെ നമ്മൾ ആന കീപ്പ് ചെയ്യണം. കാരണം ആനയ്ക്ക് അത്രയും ആയാസകരമാണ്. കാരണം ആൾക്കാർ മാറണതിൻ്റെ കെട്ടിയടിയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മുടെ അവിടെ കെട്ടിയടിയൊന്നുമില്ല, ഒറ്റ ചെയിനിലാണ് അവിടെ കെട്ടി വാറാക്കി ആനയ്ക്ക് നിശ്ചിത സ്ഥലപരിമിതിയിൽ നമ്മുടെ അവിടെ നിർത്താൻ സ്ഥലമുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെയല്ല, കാടാവുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിസ്താരമായിട്ട് ആന വിവരിക്കാൻ വിടാം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആനകളായിട്ട് പെരുമാറണം വല്ലാത്തൊരു ടച്ചപ്പാണ് ആനകളായിട്ട്. നമുക്ക് നല്ല എന്താ പറയുക, അവരൊക്കെ കുളിക്കാൻ യഥേഷ്ടം വെള്ളത്തിൽ കുളിക്കാൻ വിട്ടിട്ടും ആനകൾക്ക് അറിയാണ്ട് തന്നെ നമ്മളായിട്ട് ഒരു ആത്മബന്ധം വരും. നമ്മുടെ നാട്ടിൽ നമ്മളെ ആത്മബന്ധം പിടിച്ചു വാങ്ങുക ചെയ്യണത്. ഈ ആനയ്ക്കും തിരിച്ച് ഉണ്ടാവുന്നുള്ളത് തന്നെയാണ് അല്ലേ? അതുപോലെ ഒരു നമ്മൾ പാപ്പാനെ കാണുമ്പോൾ ഒരു അതുണ്ടാവും. എന്നാലും ഇന്ന് ഈ ആനകളുടെ സ്വഭാവം ഈ പറഞ്ഞ മാതിരിയാ. എന്താ വെച്ചാൽ ചില ആനകൾ നല്ല ഈ പറഞ്ഞില്ലേ, നല്ല ആനകളാവും. യാതൊരു റിയാക്റ്റും ചെയ്യാത്ത ആനകളും ഉണ്ട്. ചിലപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടംമാതിരി. ചിലപ്പോൾ പ്രതീക്ഷിക്കാണ്ട്. അത് പിന്നെ അവരെ പ്രായത്തിൻ്റെയും ചില സമയത്ത് മസ്തൊലിക്കാത്തതിൻ്റെയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാണും. ചില ആനകളുടെ സ്വഭാവം അങ്ങനെയുള്ള ആനകളുണ്ട്. എപ്പോഴും എങ്ങനെയാണെന്ന് അറിയില്ല, ഇടിമില്ല് മാതിരി മെത്തിക്ക് വീഴും, തടുക്കാൻ കൂടിയും പറ്റില്ലേ. ഈ ഒരു കാര്യം കൂടി, ഇപ്പം ആന തിരിഞ്ഞാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ആനയുടെ നമ്മൾ ലക്ഷണങ്ങൾ പറയുമല്ലോ, ഏറ്റവും നല്ല ആന ഏതാണെന്നുള്ളത്, അതെങ്ങനെയാണ് അത് നമ്മൾ പറയാം? ലക്ഷണമൊത്ത ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടവും ലക്ഷണമൊത്ത ആനയായിട്ട് എനിക്ക് അന്നൊന്നും തോന്നിയിട്ടില്ല എൻ്റെ ആശാനാന തന്നെ പട്ടാമ്പി മണികണ്ഠൻ. അതിനും ഇല്ല വേറൊരു ആന വന്നിട്ടില്ല. അതിന് എൻ്റെ മനസ്സിൽ അന്നൊന്നും അത് താരാ ഏതാനയും കുത്തുവാനാ. അതിനൊക്കെ ഈ കുങ്കിപ്പണിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ രാജാവാ. പിന്നെ ഏതാനായിട്ട് നമുക്ക് ധൈര്യത്തിൽ ആനയായിട്ട് ഇതാക്കാം. ഈ സുരേന്ദ്രനും അതുപോലെ വളർന്നു വരുന്ന ആന പരിചയം ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡ് വർക്കിനൊക്കെ പോയി ആന ഇതിനോട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. മറ്റേത് നമ്മൾ കാട്ടിൽ എന്ന് പറഞ്ഞ് സ്ഥിരം വരുന്നു, നമ്മൾ ആനകൾ വരുന്നു, ചിലപ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് കിട്ടും, ചിലപ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത തന്നെക്കാൾ വലിയവനാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് മയങ്ങി കിട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാട്ടാനായിട്ട് അടുത്ത് വന്ന് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫീൽഡ് വർക്കിന് പോയി കഴിഞ്ഞാൽ ആനകളും നല്ല ഭംഗി നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളാക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പണികൾ കിട്ടണം. നമ്മൾ ബാത്റൂമിൽ നിന്ന് ബോക്സിങ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാട്ടിലാണ് കളി അല്ലേ? നമ്മൾ ആരെങ്കിലും കയറിയിട്ട് ബോക്സിങ് ഉണ്ട്, അതൊരു വ്യത്യാസം. വീട്ടിലെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം. വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചു 5 വർഷത്തോളമായി, 5-6 വർഷത്തോളമായി. ഇപ്പോൾ അമ്മയും അനിയനും ഞാനും അടങ്ങുന്ന കുടുംബം. ഇതാണ് വൈശാഖ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കുങ്കിയാനയുമായിട്ടുള്ള എല്ലാ യുദ്ധവും കാട്ടിലാണ്. കാടിൻ്റെ അതിർത്തിയിൽ വെച്ച് കാട്ടാന പുറത്തേക്ക് വരാതിരിക്കാനും കാട്ടാനയെ മയക്കുവെടി വെച്ച് കാട്ടാനയെ കയറ്റാനും എല്ലാമാണ്. അതത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. അതാണ് വളരെ ആവേശത്തോടു കൂടി വൈശാഖ് ചെയ്യുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18.